പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ 100-ലേറെ സീറ്റുമായി കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും. അതിലേറ്റവും നല്ല ഒരു ഭൂരിപക്ഷത്തോടെ തന്നെ ഈ മലബാറിലെ സീറ്റുകളിലെല്ലാം വരും. അക്കൂട്ടത്തിൽ പെരിന്തൽമണ്ണയും ഉണ്ടാവും. 38-38 അങ്ങയുടെ ഭൂരിപക്ഷം വരുമോ? അല്ല, എന്തായാലും എനിക്ക് ഈ നാട്ടിലെ ഞാൻ ഇവിടെ വീട് കയറാൻ പോകുമ്പോൾ ഉണ്ടായ ഒരു അനുഭവം കൂടി ഞാൻ പറയാം. ഇപ്പോൾ പലപ്പോഴും ഞങ്ങൾ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ വിദ്യാഭ്യാസ പ്രവർത്തനത്തിലാണ് MLAയുടെ ശ്രദ്ധ എന്നൊക്കെ CPM കളിയാക്കിയതാണ്. പരിഹാസങ്ങൾ ഒരുപാടുണ്ടായിരുന്നു, ക്രിയയെക്കുറിച്ച് ഒരുപാട് പരിഹാസം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഓരോ വീട്ടിലെത്തുമ്പോഴും പല കുട്ടികൾക്കും ഞങ്ങളിപ്പോൾ LSSൻ്റെ പരിശീലനം കൊടുത്ത, USSൻ്റെ പരിശീലനം കൊടുത്ത, NMOSൻ്റെ പരിശീലനം കൊടുത്ത കുട്ടികളുണ്ട്. അപ്പോൾ അവർ മുന്നോട്ട് വരുമ്പോൾ രക്ഷിതാക്കൾ പറയുന്നത് MLA ഇത് നിങ്ങളെ കുട്ടിയാണെന്നാണ്. അപ്പോൾ ഞാനൊരു അധ്യാപകനെ പോലെ, അല്ലെങ്കിൽ ഞാൻ അവരൊരു കുട്ടിയുടെ ഭാവിയിൽ ഒരു ബന്ധപ്പെട്ട ഒരാളെന്ന നിലക്കുള്ള ഒരു വലിയ ഇമോഷണൽ കണക്റ്റ് അവിടെ പ്രകടമാകുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നിയ കാര്യം, 5 കൊല്ലം നമ്മൾ അധ്വാനിച്ചതൊന്നും വെറുതെ ആയില്ല. ഈ തെരഞ്ഞെടുപ്പിലെ ഫലം പെരിന്തൽമണ്ണയിൽ തെളിയിക്കുന്ന ഒരു കാര്യം, MLA എന്ന നിലക്ക് 5 വർഷത്തെ എൻ്റെ കഠിനാധ്വാനം വെറുതെ ആയില്ല എന്നൊരു ആത്മവിശ്വാസമാണ്. എന്തായാലും അടുത്ത സ്റ്റെപ്പിലേക്കുള്ള ഒരു ഊർജ്ജം കൂടിയാവുന്നു. തീർച്ചയായിട്ടും അത് ഊർജ്ജമാണ്. നമുക്ക് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തണം. ആളുകൾക്ക് ഞാൻ ഒരിക്കലും കഴിയാത്തൊരു കാര്യം വാഗ്ദാനം ചെയ്യാറില്ല. ഞാൻ ചെയ്ത വാഗ്ദാനം ഇതുവരെ പാലിക്കാതിരുന്നിട്ടുമില്ല. അപ്പോൾ ഞാൻ വിഷൻ ചെയ്യുന്നൊരു കാര്യം, എനിക്കൊരു 5 കൊല്ലം കഴിഞ്ഞിട്ട് ജയിക്കാനുള്ള പദ്ധതികളല്ല ഞാൻ ഇവിടെ നടത്തിയത്. 25 കൊല്ലം കഴിഞ്ഞിട്ട് അവരെ ജീവിതത്തിൽ എന്ത് മാറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് ഞാൻ ആലോചിച്ചത്. നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളെ സ്കെയിലപ്പ് കോൺക്ലേവ്, നമ്മൾ ഒരുപാട് ഓൺട്രപ്രണേഴ്സിനെ, വനിതാ സംരംഭകരെ അടക്കം ഈ മണ്ഡലത്തിൽ നിന്ന് ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു.